അതെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫുകാരൊക്കെ കിലോ കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു അച്ചാർ കമ്പനിയിലോട്ടാണ് കേട്ടോ. അതിൻ്റെ മേക്കിങ്ങും കാണിച്ചു തരാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കിന്നൊരു ഐറ്റം പ്രിപ്പയറും ചെയ്ത് തരുന്നുണ്ട് നമ്മളിവിടുത്തെ ഓണർ കേട്ടോ. ഞാൻ പേഴ്സണലി വാങ്ങിച്ച് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ ശേഷമാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ അച്ചാർ കമ്പനി ഓണറാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. പരിചയപ്പെടാം. നമ്മുടെ അച്ചാർ കനകം പിക്കിളാണ്. ഒരു 12 ഐറ്റംസ് നമ്മുടെ കൈവശമുണ്ട് അച്ചാർ. പറയാം എന്തൊക്കെയാണെന്ന്. മാങ്ങ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്ക നാരങ്ങ, പെരട്ടൽ, മീൻ, കൊഞ്ച്, കണവ, ചിപ്പി, ഇങ്ങനെയുള്ള പാവയ്ക്ക, വെള്ളരിക്ക, മാങ്ങ അച്ചാർ പോലത്തെ പച്ച വെള്ളരിക്കയുടെ അച്ചാർ, നെല്ലിക്ക, വലിയ നെല്ലിക്ക, ചെറിയ സ്റ്റാർ നെല്ലിക്ക, ഈ വിധങ്ങളിലുള്ള അച്ചാറുകളാണ് നമ്മുടെ കൈവശം ഉള്ളത്. ഉണക്ക ചമ്മന്തി, മാസി ചമ്മന്തി, ഇങ്ങനെയൊക്കെ വിധവിധമായിട്ടുള്ള അച്ചാറുകൾ നിങ്ങൾ ഏത് ഐറ്റംസ് ചോദിക്കുന്നോ അത് നമ്മൾ തയ്യാറാക്കി തരികയാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെളുത്തുള്ളി അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ക്രീമി കൺസിസ്റ്റൻസി അല്ലേ വരുന്നത്. അതെങ്ങനെയാണെന്നും ശരിയായ രീതിയിൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കേണ്ട രീതി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുകയാണ് നമ്മുടെ ഓണർ കേട്ടോ. നല്ലെണ്ണയല്ല, സൂര്യകാന്തി എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 5 കിലോ വെളുത്തുള്ളി അച്ചാറാണ്. അത് പച്ചമാങ്ങയാണ്. അതിന് നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് 2 ദിവസം ഉപ്പിലാക്കി വയ്ക്കും. ഉപ്പിലാക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അതിനെ വേവിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പുറത്താണ് ഈ ഓരോ ഐറ്റംസുകളും നമ്മൾ വറുത്ത് അതിൻ്റെ കൂടെ ഇടുക. പച്ചമാങ്ങ ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. പച്ചമാങ്ങ വേണമല്ലോ. അതെ, അത് കാരണം എന്താണ് പച്ചമാങ്ങയുടെ ആവശ്യം? അത് ഗ്രേവിക്ക്, അതായത് കുറുകി വരാൻ. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സാധനങ്ങളെല്ലാം പീസായി ഒട്ടിക്ക് കിടക്കും. വെളുത്തുള്ളിക്ക് പച്ചമാങ്ങ അരച്ച് ചേർക്കുന്നു എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? നമ്മളിങ്ങനെ അച്ചാർ അല്ലാതെ എടുക്കുകയാണെങ്കിൽ സ്പൂണോട്ട് കോരുമ്പോൾ അത് ഒറ്റപ്പെട്ടു പോകും. അപ്പം നമ്മളിങ്ങനെ ഗ്രേവിയുമായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടും. അടുത്തിടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി നമ്മളെടുത്ത് വറുത്ത് ആ പേസ്റ്റിൽ, മാങ്ങാ പേസ്റ്റിൽ ഇടുകയാണ്. 5 കിലോ വെളുത്തുള്ളിയാണ്. അപ്പം അത് 2 കിലോ മാങ്ങയാണ്. 2 കിലോ മാങ്ങ അതിനെ കൂടുതൽ വെച്ചിരിക്കുകയാണ്. പേസ്റ്റാക്കി ഈ ഇഞ്ചിനെ വെളുത്തുള്ളിനെ വറുത്ത് അതിലിടുക. അടുത്ത് പച്ചമുളക് എണ്ണയിൽ മുപ്പിച്ച് ഇടുക. എന്നിട്ട് വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഇഞ്ചി ക്ലീൻ ചെയ്ത് ഒരു ഉണക്കി എടുത്തിട്ടാണ് എണ്ണയിൽ പൊരിച്ച് മിക്സിയിലിട്ട് പൊടിച്ചതാണ് വെച്ചിരിക്കുന്നത്. ഇത് ഉലുവ, വറുത്ത ഉലുവ. ഉപ്പ്, ഇത് കായം, അത് എരിവിനുള്ള മുളക് പൊടി തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കരുലുപ്പ് വെച്ചിരിക്കുകയാണ്. ഇത് കളർഫുൾ കൊടുക്കാൻ മഞ്ഞപ്പൊടിയാണ്. പിന്നെ നമ്മൾ അല്പം വിനാഗിരി ചേർത്ത്, അല്പം, കൂടുതലൊന്നും ചേർത്ത്. 6 മാസം. എൻ്റെ അച്ചാർ 6 മാസം. എൻ്റെ അച്ചാർ 6 മാസമാണ്. 6 മാസം. ആവശ്യമില്ല. നിങ്ങളെ വെള്ളം കൊള്ളാതെ സ്പൂണ് വെള്ളം നനയ്ക്കാതെ പോരിയാൽ മതി. ഏത് സ്പൂൺ ഏതായാലും സ്പൂണ് വെള്ളം നനയാതിരുന്നാൽ 6 മാസം ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് അച്ചാർ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഗൾഫിലോ ഇങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഓർഡർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ധൈര്യമായിട്ട്. അതായത് നമുക്ക് ഒരാഴ്ച മുന്നേ ഓർഡർ തരണം എങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഇവിടെ നിർമ്മിക്കുന്നതാണ്. ഒരാഴ്ച മുമ്പ് നമുക്ക് ആ സാവകാശം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റായിട്ടൊരു കുപ്പിയിൽ പാക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, എൻ്റെ പ്രിപ്പറേഷൻ കാണാം. എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇടുകയാണ്. നമ്മൾ ഈ ചെറിയ പീസ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ, ഈ ചെറിയ പീസ് പിന്നെ വരുമ്പോൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഇത് വെന്ത് കിട്ടും. ഇത് ഇടുകയാണെങ്കിൽ വേവാതെ താന്ന് കിടക്കും. ഇത്രയും വലിയ പീസ് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. ചെറിയ പീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇടാം. ഇത് കട്ട് ചെയ്യണം. ഇത് നമ്മളെല്ലാം കൂടി ഇടുകയാണെങ്കിൽ അത് വന്നിട്ട് നമുക്ക് വേകാതെ ഇരിക്കും, അച്ചാറിന് കേടുണ്ടാവും. നമ്മൾ വന്നിട്ട് മീതെ എന്താണ് ഇത് കോരിയെടുക്കും. ഈ കുഞ്ഞു ഇതാ വരുന്നില്ലേ, ഈ വലിയ പീസ് വേകാതെ അകത്ത് കിടക്കുകയാണ് താമസം. അപ്പോൾ അതിന് അല്പം കൂടി തീ കൊടുക്കുകയാണെങ്കിൽ പൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ മാറ്റിയ
നമുക്ക് ചിലപ്പം കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യാതെ തന്നെ അതിന് അല്പം സമയം തീയിലിട്ട് ആ കുഞ്ഞുങ്ങൾ ഇതാ എണ്ണയിൽ മൂന്ന് വരും. അതിന് ഫസ്റ്റ് എടുക്കുക. അടിയിൽ കിടങ്ങുന്നതിന് അവസാനം എടുക്കുക. അല്ലെങ്കിൽ അച്ചാർ കേടാവും. ഇത്രയും മൂപ്പ് മതിയോ? കളറൊന്നുമല്ല, ചെറിയൊരു മൂപ്പ് മതി. അത് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിപ്പോൾ വന്നിട്ട് എണ്ണയിലാണ്, വേറെ എണ്ണയിലാണ് ഈ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താവും, വെളുത്ത കളറിലായിരിക്കും. ഈ വെളുത്ത കളർ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇട്ട് പൊരിക്കുമ്പം അതിന് അല്പം വ്യത്യാസം ഉണ്ടാവും, കളർഫുള്ളാവും. വെളുത്തുള്ളി അച്ചാറിനൊരു മധുരം വരണമല്ലോ, അതിനായിട്ട് നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട് അഡീഷണലി. അത് നമുക്ക് അവസാനമാണ് ഇതൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ടേ. ഇതുണ്ടോ, ഈ വെളുത്തുള്ളി ഇതുപോലെ ആകുന്നവരെ നമ്മൾ മൂപ്പിക്കണം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഈ കളറിലാണ് ഇരിക്കുന്നത് മാങ്ങ പേസ്റ്റ്. ഇങ്ങനെ ഇരിക്കണം. ഇപ്പം ഈ കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുളകിൻ്റെ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണയിൽ തിളപ്പിച്ചതാണ്? എണ്ണയിൽ തിളപ്പിച്ച് ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ് മുളക്. അപ്പം ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ മാറിക്കിട്ടും, എരിവും കിട്ടും, കളർ മാറിക്കിട്ടും. അടുത്ത് നമുക്ക് പച്ചമുളക് ഇടാമേ. ഇത് 1 കിലോ പച്ചമുളകാണ്. 1 കിലോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കൊടുക്കും. അല്ല, പച്ചമുളക് ഇടും. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ. ഇത് എത്ര എൻ്റെ വെള്ളം? വെള്ളം 2 ലിറ്റർ. ശർക്കര പാവ്. ശർക്കര 1 കിലോ ആണ്. ശർക്കര എത്ര? 1 കിലോ. 1 കിലോ. പൊടിച്ചിരിക്കുന്ന ഇഞ്ചി അല്ലേ? ഇഞ്ചി എത്ര കിലോ? 1 കിലോ. 1 കിലോ ഇഞ്ചിയാണേ. ഇതെന്താ വേണ്ടി? ഇതെന്താ? ഉലുവാപ്പൊടി. വറുത്ത ഉലുവാപ്പൊടിയാണ്. 100 ഗ്രാം. 100 ഗ്രാം വറുത്ത ഉലുവാപ്പൊടി 100 ഗ്രാം കേട്ടോ. 100 ഗ്രാം. 5 കിലോ വെളുത്തുള്ളിക്ക്. വെളുത്തുള്ളിക്ക് 100 ഗ്രാം കായപ്പൊടി. കായപ്പൊടിയാ? അങ്ങനെ കുറുകി വരുന്നുണ്ടോ? നല്ല കുറുകിയുള്ള അച്ചാർ കഴിച്ചാൽ ഉണ്ടല്ല, അടിപൊളി പഴം കഞ്ഞി. അത് കഴിക്കാൻ തോന്നുവാണ് കണ്ടപ്പോ തന്നെ. അധികം ചോറ് കഴിക്കാം. അടിപൊളിയില്ലേ? കാണാൻ തന്നെ ഒരു ചേലാണ്. പലരുടെ സംശയമാണ് എന്താണ് ഈ വെളുത്തുള്ളി അച്ചാർ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇത്രയും കൂകാത്തത്. ഇന്ന് ഇതിനൊരു ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി അല്പം വിനാഗിരി അല്ലേ? കിലോ വെളുത്തുള്ളി അച്ചാറിന് 1/4 കിലോ വിനാഗിരി, 1/4 ലിറ്റർ.
കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. കല്ലുപ്പ്. വെളുത്തുള്ളി അച്ചാറിൻ്റെ കാര്യം കണ്ടല്ലോ. ബാക്കിയുള്ള അച്ചാർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണാവേ. ഏതൊരു അച്ചാറിനും 3 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം അച്ചാർ ഇടുന്ന സാധനത്തിൽ നല്ലോണം ഉപ്പും പുളിയും ആ രുചിയെല്ലാം ചേർന്ന് വരാനായിട്ട് 3 ദിവസം സമയം കൊടുക്കണം. ഇട്ടതിൻ്റെ അന്ന് തന്നെ അച്ചാർ ഉപയോഗിക്കുന്നത് അത്ര ടേസ്റ്റിനെ നമുക്ക് എലിവേറ്റ് ചെയ്ത് കിട്ടത്തില്ല. 3 ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബാക്കി അച്ചാറുകളൊക്കെ ഒന്ന് കാണാം. മാങ്ങ ഗ്രേവി അച്ചാറാണ്. നമുക്ക് 13 ഐറ്റം അച്ചാർ ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പർച്ചേസ് ചെയ്യാം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മുടെ ഉണ്ട് കേട്ടോ. ഓൾ ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണോ അയക്കാൻ പറ്റും. മീൻ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അടിപൊളിയാണ്. വാങ്ങിക്കാന്നുള്ളത് വാങ്ങിച്ചോ. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.